ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മാസസ് എന്ന് പറഞ്ഞിട്ടുള്ള സീസർ വാലേജയുടെ ഒരു പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സീസർ എബ്രഹാം വലേജോ മൊൻറ്റോസ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. ഇദ്ദേഹം ഒരു പെറുവിയൻ പോയറ്റാണ്, റൈറ്റർ, പ്ലേ റൈറ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ഹി പബ്ലിഷ്ഡ് ഓൺലി 2 ബുക്സ് ഓഫ് പോയട്രി ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ തന്നെ അദ്ദേഹം 2 ബുക്സ് ഓഫ് പോയട്രിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 20th സെഞ്ച്വറി ഒരു യൂറോപ്യൻ പോയറ്റാണ്. സോ ഇദ്ദേഹത്തിനെ തോമസ് മേർട്ടൺ വിളിച്ചിരുന്നത് ഗ്രേറ്റസ്റ്റ് യൂണിവേഴ്സൽ പോയറ്റ് സിൻസ് ഡാൻഡി കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് യൂണിവേഴ്സൽ പോയറ്റ് എന്നുള്ള പേരിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ എ റിമോട്ട് ഹാംലെറ്റ് ഇൻ പെറുവിലെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഈസ് എ യങ്ങസ്റ്റ് ഓഫ് ദ 11 ചിൽഡ്രൻ, 11 മക്കളിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ചൈൽഡായിരുന്നു. ഇൻ എ ഹൈലി റിലീജിയസ് ഫാമിലി, വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ഫാമിലിയുടെ യങ്ങസ്റ്റ് ചൈൽഡായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ പോമിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോമിൻ്റെ ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ലൈൻ, അറ്റ് ദ എൻഡ് ഓഫ് ദ ബാറ്റിൽ ദ ഫൈറ്റർ ലേ ഡെഡ്. So after a war or a fight ended, a soldier was lying dead on the ground. So ഒരു വാറിന് ശേഷം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് ശേഷം a soldier was lying dead on the ground. ഒരു സോൾജിയർ എന്ത് ചെയ്യാണ്, മരിച്ച് ഗ്രൗണ്ടിൽ വീണ് കിടക്കുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധമാകുമ്പോൾ ഒരുപാട് പേര് മരണപ്പെടും. സോ അതുപോലെ ഒരു സോൾജിയർ ഈ യുദ്ധത്തിൽ മരിച്ച് വീണ് കിടക്കുകയാണ്. A man came to him and said, "Don't die, I love you too much." അപ്പോൾ ഈ മരിച്ച് വീണ് കിടക്കുന്ന ഈ സോൾജിയറിൻ്റെ അടുത്തേക്ക് ഒരു മാൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ഡൈ, മരിക്കരുത്, ഐ ലവ് യു ടു മച്ച്, ഐ ലവ് യു സോ മച്ച്, സോ നിങ്ങൾ മരിക്കരുത് എന്ന് ഒരാൾ വന്നിട്ട് പറയാം. സോ വൺ പേഴ്സൺ കെയിം ക്ലോസ്ഡ് ആൻഡ് ബെഗ്ഡ് ദ ഡെഡ് സോൾജിയർ. അയാൾ ഈ ഡെഡായിട്ട് കിടക്കുന്ന സോൾജിയറിൻ്റെ അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് ബെഗ് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ മരിക്കരുത്, ഡോണ്ട് ഗോ ടു ഡൈ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി, ഞാൻ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ മരിക്കരുത് എന്ന് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But the corpse, alas, went on dying. Sadly, the dead body did not respond. Death continued. പക്ഷേ ആ ഒരു ബോഡി എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോൾജിയറിൻ്റെ ആ ഡെഡായി കിടക്കുന്ന കോപ്സ് റെസ്പോണ്ട് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ഡെഡ്. ഓൾറെഡി അത് മരിച്ചു കിടക്കുകയാണ്. സോ മരിച്ചു കിടക്കുന്ന ഒരാൾ അത് റെസ്പോണ്ട് ചെയ്യില്ലല്ലോ. സോ ഇദ്ദേഹം ഒരുപാട് ബെഗ് ചെയ്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ മരണത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബെഗ് ചെയ്ത് പറഞ്ഞു. പക്ഷേ ആ ഒരു കോപ്സ് എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. 2 came to him and again said, now 2 people came to the dead fighter. സോ ആദ്യം ഒരാൾ വന്നു, ഇപ്പോൾ എന്ത് ചെയ്യണം, 2 പേര് വരികയാണ്. 2 പേര് വന്ന് നിന്നിട്ട് ഈ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ബെഗ് ചെയ്യാണ്. പക്ഷേ എന്ത് ചെയ്തില്ല, വീണ്ടും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ഡോണ്ട് ലീവ് us, take heart, they begged him not to go away and asked him to be brave. സോ ഈ ആദ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ മരണത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. രണ്ടാമത് 2 പേര് വന്നു. 2 പേര് വന്നിട്ടും ബെഗ് ചെയ്യുന്നുണ്ട്, ഡോണ്ട് ഗോ ടു ഡൈ, they beg him, don't go away, ഒരു ദൂരത്തേക്ക് പോകരുത്, നിങ്ങൾ മരിച്ചു പോകരുത്, മരണത്തിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബെഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോ റെസ്പോൺസ് അറ്റ് ഓൾ. കം ബാക്ക് ടു ലൈഫ്, ദേ ആസ്ക്ഡ് ഹിം ടു ലീവ് അഗെയിൻ. അവർ ബെഗ് ചെയ്യണം, എന്ത്, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ, കം ബാക്ക് ടു ലൈഫ്. But the corpse, alas, went on dying. Even their words could not bring him back to life. പക്ഷേ ആ കോപ്സ് എന്ത് ചെയ്തില്ല, ഒരു വേർഡ് പോലും പറഞ്ഞില്ല. ഈവൻ ദെയർ വേർഡ്സ് കുഡ് നോട്ട് ബ്രിങ് ഹിം ബാക്ക് ടു ലൈഫ്. ഈ 2 ആൾക്കാർ വന്നിട്ട് ഒരുപാട് ബെഗ് ചെയ്ത് പറഞ്ഞു, പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും എന്ത് ചെയ്തില്ല, ഒരു റെസ്പോൺസ് കിട്ടിയില്ല. അവരെത്ര പറഞ്ഞിട്ടും ഈ ഒരു ഡെഡ് ബോഡി ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡെഡ് ബോഡീനെ തിരിച്ച് ലൈഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ദെൻ 20, 100, 1000. സോ ഒരാൾ വന്നു, 2 ആൾ വന്നു, 20 പേര് വന്നു, 100 ആൾക്കാർ വന്നു, 1000 പേര് വന്നു. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം. ഒരുപാട് ആളുകൾ വന്നു, പക്ഷേ ഒരു റെസ്പോൺസും ഉണ്ടായില്ല. 500,000 കെയിം ക്രൈയിങ്. പിന്നെയും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 1 പോയി 2 ആയി, 20 ആയി, 100 ആയി, 1000 ആയി, 500,000 ആൾക്കാർ വന്നു. ബട്ട് സ്റ്റിൽ no response at all. All the people came and gathered. They all surrounded to this dead body. അവർ ഈ ഡെഡ് ബോഡീൻ്റെ അടുത്ത് സറൗണ്ട് ചെയ്ത് നിന്നു. They all gathered and crying loudly. അവരെല്ലാം ഉറക്കെ കരയാൻ തുടങ്ങി. But no use. So much love and yet so powerless against death. സോ ഇവരൊക്കെ, ഇത്രയും ആളുകൾ ഈ ഒരു ഡെഡ് ബോഡീനെ, ഈ ഒരു ഡെഡായി കിടക്കുന്ന സോൾജിയറിൻ്റെ ബോഡിയുടെ അടുത്ത് വന്ന് സറൗണ്ട് ചെയ്ത് നിന്നിട്ട് ബെഗ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആളുകളുടെ ലവ് ആണ് അവിടെ കിട്ടുന്നത്. സോ മച്ച് ലവ് ആൻഡ് യെറ്റ് സോ പവർലെസ് അഗെയിൻസ്റ്റ് ദ ഡെത്ത്. ദേ ഫെൽറ്റ് സാഡ് that even with so much love they were helpless before death. സോ ഇത്രയും ആളുകളുടെ സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹത്തിന് മുന്നിൽ എന്താണ്, ഇത്രയും സ്നേഹം കൊടുത്തു കഴിഞ്ഞിട്ടും ആ ഡെത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്തില്ല, ആ ഒരു ഡെഡ് ബോഡീനെ തിരിച്ച് ബാക്ക് ടു ലൈഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ദേ ഓൾ ആർ ഹെൽപ്ലെസ് ബിഫോർ ഡെത്ത്. മരണത്തിന് മുന്നിൽ അവരെല്ലാം ഹെൽപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. But the corpse, alas, went on dying. Still the man reminded death.
സോ ഇത്രയും ഡസൻ ആളുകൾ വന്നിട്ടും ആ ഒരു ഡെഡ് ബോഡി ദാറ്റ് സ്റ്റിൽ റിമൈൻ ഡെഡ്. Millions surrounded him. Now millions of people gathered around the dead fighter. So ഇപ്പോൾ മില്യൺസ് ഓഫ് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. പ്ലീഡിങ് ടുഗെദർ, ഓൾ ഓഫ് ദം ബെഗ് ടുഗെദർ വിത്ത് വൺ വോയിസ്. അവരെല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ഡോണ്ട് ലീവ് us. They call him their brother and asked him not to die. അവർ ഈ ഒരു ഡെഡ് ബോഡീനെ അല്ലെങ്കിൽ ഡെഡ് സോൾജിയറിനെ ബ്രദർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ബ്രദർ ഡോണ്ട് ലീവ് us, ഞങ്ങളെ വിട്ട് പോകരുത്. അവരുടെ ഒരു ലവ് ആൻഡ് അഫെക്ഷനാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ എത്ര ലവും കാണിച്ചു കഴിഞ്ഞാലും മരണത്തിന് മുന്നിൽ അവരെല്ലാം ഹെൽപ്ലെസ് ആണ്. സോ ഈ മില്യൺസ് ഓഫ് ആളുകൾ സറൗണ്ട് ചെയ്ത് നിന്ന് ഒരേ വോയിസിൽ ഒരേ സ്വരത്തിൽ അവർ ബെഗ് ചെയ്യാണ്, ബ്രദർ ഡോണ്ട് ലീവ് us. But the corpse alas went on dying. Even the voice of millions could not stop death. സോ ഇത്രയും മില്യൺസ് ആളുകളുടെ വോയിസിനും ഈ ഡെത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദെൻ ഓൾ ദ മെൻ ഓൺ എർത്ത് സ്റ്റൂഡ് റൗണ്ട് ഹിം. അങ്ങനെ ഈ എർത്തിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഓൺ എർത്ത് ഗാദേർഡ് അറൗണ്ട് ദ ഡെഡ് മാൻ. ഈ എർത്തിലുള്ള എല്ലാ ഹ്യൂമൻ ബീയിങ്ങും ഈ ഡെഡ് മാൻ്റെ അടുത്ത് ഗാദർ ചെയ്ത് നിൽക്കുന്നുണ്ട്. The corpse eyed them sadly overwhelmed. The dead man looked at them with sadness and emotion. So അങ്ങനെ ഈ ഡെഡ് മാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ he opened his eyes and with sadness and emotion. The dead man looked at them. ഈ ഡെഡായി കിടക്കുന്ന ഈ ഒരു സോൾജിയർ he looked at them. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇവരെ നോക്കുകയാണ് വിത്ത് ഇമോഷൻ ആൻഡ് സാഡ്നെസ്. ഒരുപാട് സങ്കടത്തോടെയും ഇമോഷനായിട്ട് ഇദ്ദേഹം ഇവരെ നോക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി കണ്ണു തുറന്നു. ഇത്രയും ആളുകൾ ഒരുപാട് ബെഗ് ചെയ്ത് അവസാനം എന്ത് ചെയ്യണം, അദ്ദേഹം കണ്ണു തുറന്നു. ഹി ഗോട്ട് അപ്പ് സ്ലോലി. മരിച്ചു വീണടുത്ത് നിന്ന് പതുക്കെ എഴുന്നേൽക്കുകയാണ്. മിറാക്കുലസ്ലി ഹി സ്ലോലി സ്റ്റുഡ് അപ്പ്. മിറാക്കുലസ് ആണ്, കാരണം മരണത്തിൽ നിന്ന് തിരിച്ചു ബാക്ക് ടു ലൈഫാണ് വരുന്നത്. ഇത്രയും പേര് ബെഗ് ചെയ്തിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ ബ്രദർ ഡോണ്ട് ലീവ് us എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അവസാനം മിറാക്കുലസ്ലി ഹി സ്ലോലി സ്റ്റുഡ് അപ്പ്. കണ്ണു തുറന്നു, അവരൊക്കെ നോക്കി പതുക്കെ അവിടെ എഴുന്നേൽക്കുകയാണ്. എംബ്രേസ്ഡ് ദ ഫസ്റ്റ് മാൻ സ്റ്റാർട്ടഡ് ടു വാക്ക്. ഹി ഹഗ്ഡ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു കെയിം ടു ഹിം ആൻഡ് ബിഗാൻ ടു വാക്ക് അഗെയിൻ. ഹി കെയിം ബാക്ക് ടു ലൈഫ്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ, ഫസ്റ്റ് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നു, അതിനുശേഷം 2 ആൾ വന്നു, പിന്നെയാണ് 20, 100, 1000 ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം വന്ന ആ ഫസ്റ്റ് മാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹി ഹഗ്ഡ്, അദ്ദേഹത്തിനെ ഹഗ് ചെയ്തു. ആൻഡ് ഹി കെയിം ബാക്ക് ടു ലൈഫ് ആൻഡ് ഹി ബിഗാൻ ടു വാക്ക് അഗെയിൻ. എന്നിട്ട് അദ്ദേഹത്തിനെ ഹഗ് ചെയ്ത് പതുക്കെ വാക്ക് ചെയ്യാൻ അവിടെ നിന്ന് നടന്ന് നീങ്ങി. ആൻഡ് ഹി കെയിം ബാക്ക് ടു ലൈഫ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സോ വളരെ ഈസി ആയിട്ടുള്ളൊരു പോമാണ്. ഒരു പോമല്ലോ, വെൻ ഓൾ ഹ്യൂമൻ join together with love, determination and compassion. എല്ലാ ആളുകളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ വിത്ത് ലവ്, determination, compassion, സ്നേഹവും ഡിറ്റർമിനേഷനും കമ്പാഷനും ഒക്കെ ചേർന്ന് എല്ലാവരും ഒന്നിച്ച് നിന്നാൽ, മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിന്നാൽ they can overcome even death like situation. മരണത്തിന് തുല്യമായിട്ടുള്ള സിറ്റുവേഷൻ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. യൂണിറ്റി ഗീവ്സ് ദ സ്ട്രെങ്ത് ടു റിവൈവ് ഹോപ്പ് ആൻഡ് ബ്രിങ് ചേഞ്ച്. നമ്മൾ പറയും യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറയുമല്ലോ. സോ അതുപോലെ ഇവിടെ മരണത്തിന് മുന്നിൽ ഇവരുടെ ഈ ഒരു ഒത്തൊരുമ, യൂണിറ്റിയും സ്ട്രെങ്ത്തും ആണ് തോറ്റുപോയത്. സോ മരണത്തിന് മുന്നിൽ ഈ യൂണിറ്റിയും സ്ട്രെങ്ത്താണ് വിജയിക്കുന്നത് അല്ലേ. സോ മരണത്തിൻ്റെ മുന്നിൽ ഇവർ ഒരുപാട് ബെഗ് ചെയ്തു. പക്ഷേ ഈ ആളുകൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാവരും ഒത്തുചേർന്ന് നിന്നു. ഒരാൾ നിന്നു, അതിൽ ഒരാൾക്ക് കഴിഞ്ഞില്ല, പിന്നെ 2 ആൾ വന്നു, 3 ആൾ വന്നു, 1000 വന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് നിന്ന് അവരെല്ലാവരും ഒത്തൊരുമയിൽ ഒരേ വോയിസിൽ ഇൻ വൺ വോയിസ് അവരെന്ത് ചെയ്തു, ഇവരെ അവരുടെ ലവും കമ്പാഷനും കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ വ്യക്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. സോ അവരുടെ ആ ഒരു ഒത്തൊരുമയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. താങ്ക് യു എവ്രി വൺ.